രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ചെറിയതും കൂടെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടൗൺ വരെ പോവാണ് കേട്ടോ. അറിയാതെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ വണ്ടി ഓടിക്കുന്നത് എൻ്റെ തലക്കിരിക്കുകയും ചെയ്ത് അങ്ങനെ അവിടെ ചെന്ന് മീനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി വെച്ച് ഓരോരുത്തർ ഓരോ പണികൾ ഏറ്റെടുത്ത് ഞാനപ്പോൾ പയറ് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് അത് ഫുൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചെറിയത് മീൻ വെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ് മീനും കൊണ്ടുപോയി. ഉമ്മ ആ സൈഡിലിരുന്നിട്ട് ചക്കക്കൂരും എന്തൊക്കെയോ പൊളിച്ചെടുക്കുന്നുണ്ട് ചാറ് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചടുത്താണ് നിലമ്പൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിലമ്പൂർ പാട്ടെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവർക്കും കൂടെ പോകാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മാത്രമല്ല, മേമാട് അവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടെ ചോറും ചാറും മീൻ പൊരിച്ചതും മെഴുക്കുരട്ടിയൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് കുളിക്കാൻ പോയി കേട്ടാ. ഇവിടെ വന്നാലും പിന്നെ അസുവാക്ക് ഞാൻ കുളിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചു. പിന്നെ എവിടെ ചെന്നാലും എൻ്റെ ദേശീയ ഡ്രസ്സാണല്ലോ, അതുകൊണ്ട് കുളിച്ചിട്ട് ഞാൻ അതാണ് കേട്ടോ എടുത്തിട്ടത്. എന്നിട്ട് പിന്നെ അതേ ചോറൊക്കെ എടുത്ത് കഴിച്ച് നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കുവാണ്. പാട്ടൊക്കെ കേട്ടിട്ടാണ്, കണ്ടില്ലേ, അരിപ്പോം തിരിപ്പോം കേട്ടിട്ടാണ് നോട്ട് എഴുതുന്നത്. എഴുതിക്കോ ഇല്ല, എൻ്റെ തലക്കിരിക്കും ഇപ്പോൾ. ചോറ് കഴിച്ചാൽ പിന്നെ ഉച്ചക്ക് എല്ലാവരും ഓരോ സൈഡിലും മാറി കുറച്ച് നേരം കിടക്കും. അതൊരു ശീലമാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ വൈകുന്നേരം ആകുമ്പോൾ സിറ്റ് ഔട്ടിൽ തമ്പടിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നിലമ്പൂർ പാട്ടിന് പോകണ്ടേ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മേമായി ഫാമിലിയൊക്കെ വന്ന് റോഡിൽ നിൽക്കാം, തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പരിപാടിക്ക് പോകുവാണ്. ഇതിന് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ റൈഡിലൊക്കെ എല്ലാവർക്കും കൂടെ കയറാനാണ് കേട്ടോ. എല്ലാവരും കൂടെ കയറുമ്പം അതിൻ്റെ ഒരു രസം വേറെ അല്ലേ. എത്ര വട്ടം കയറിയെന്ന് പറഞ്ഞാലും പിന്നെയും നമുക്ക് കയറാൻ തോന്നുമല്ലോ. അതിപ്പോൾ പേടിച്ചിട്ടാണെങ്കിൽ പോലും. ചെറിയതിനാണെങ്കിൽ ഈ വക സാധനത്തിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. ഇതുവരെ കയറിയിട്ടില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം വലിച്ച് കയറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെറിയതിനെ വലിച്ച് കയറ്റി. അമ്മൂനെ അതേ ഷിനാജിൻ്റെ കാലിൻ്റെ ആ ഒരു സ്ഥലത്തായിട്ട് അമ്മൂനെ ഇരുത്തിയേക്കുന്നത്. കാരണം അമ്മൂന് ഭയങ്കര പേടിയാണ്. എൻ്റെ പൊന്നോ, അമ്മു കണ്ണേ തുറന്നിട്ടില്ലായിരുന്നു ഇതിൽ കയറിയിട്ട്. കിട്ടിയില്ലല്ലേ. നിലമ്പൂർ പാട്ടിന് പോകുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് പുറകെ നടക്കുമായിരുന്നു കേട്ടോ. നമുക്ക് തോണി കയറണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവളെയും കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെൻറ്ററിലാണ് കേട്ടോ ഇരുത്തിയത്, അവളെ ഉമ്മാൻ്റെ കൂടെ. പിന്നെ ഈ ഒരു സാധനത്തിലും കയറിയപ്പം അവളെ ഞങ്ങൾ മടി വെച്ച്. പിന്നെ കുറച്ചധികം ഉപ്പിലിട്ട സാധനങ്ങൾ ഇങ്ങനെ ഓടി നടന്ന് തിന്നുമായിരുന്നു. പിന്നെ ചെറിയതും അമ്മും ഈ ഒരു സാധനത്തിൽ കയറി കേട്ടോ. എനിക്ക് കയറണമെന്നും ഉണ്ടായിരുന്നു, എന്നാൽ കയറണ്ടെന്നും ഉണ്ടായിരുന്നു. കയറിയവരൊന്നും വലിയ അടിപൊളി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ മാറി നിന്നതാണ്. ഇവർ രണ്ടുപേരും കയറി. പിന്നെയും ഉപ്പിലിട്ട വാങ്ങിച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ തിന്ന് ഞാൻ അങ്ങനെ പോവുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും തിരിച്ച് മണ്ണാർക്കാട് പോകും കേട്ടോ. ഇവിടെ സ്റ്റേ ഒന്നുമില്ല. അപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. കാരണം മേമയൊക്കെ വരുമെന്ന് കൺഫേം പറഞ്ഞത് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിച്ച്. ടേബിൾ ഫുള്ള് നിറഞ്ഞതുകൊണ്ട് ഞാനും അമ്മൂന്തേ താഴ്ത്തിരുന്നാണ് കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരുപാട് നേരവും നമ്മളവിടെ നിന്നില്ല. കാരണം 1 മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. അപ്പോൾ വേഗം ഇറങ്ങി ഞങ്ങൾ.